ഹലോ, ഐ വെൽക്കം യു ഓൾ ടു മൈ ദീപാവലി വ്ളോഗ്. അപ്പോൾ ദീപാവലി നമുക്ക് എല്ലാം സ്പെഷ്യലാണ്, അല്ലെ? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണ്. അതിലുപരി ദീപാവലി എന്ന് പറയുമ്പോൾ നമ്മൾ കേരളൈറ്റ്സ് ആണെങ്കിൽ പോലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്വീറ്റ് ബോക്സ്, അങ്ങനത്തെ അസോർട്ടഡ് ആയിട്ടുള്ള സ്വീറ്റ്സ്. പിന്നെ നമുക്ക് കുറേ ക്രാക്കേഴ്സ്. അത് നമ്മൾ ഗിഫ്റ്റ് ബോക്സിൽ മേടിക്കാൻ ചാൻസ് ഉള്ളൂ. ചിലവർ മാത്രം അത് ലൂസായിട്ട് മേടിക്കും, അവനവൻ്റെ സാമ്പത്തികം പോലെ. അപ്പോൾ ഇക്കൊല്ലം നിങ്ങളുടെ ഗ്ലാം ഗോഡസ് ഇന്ത്യ സ്വീറ്റ് ബോക്സും മേടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ശ്രീകൃഷ്ണ സ്വീറ്റ്സ് ഇന്ന് കിട്ടിയില്ല. കാരണം ഈ കയ്യിൽ കാണുന്ന അൽട്ട ഇതൊക്കെ എന്തോന്നാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാനൊരു പ്രോഗ്രാമിനുണ്ടായിരുന്നു ഇത്തവണ, ഡാൻസ് സ്കൂളിൻ്റെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇട്ട സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ തിരക്കിലായതുകൊണ്ട് എനിക്ക് ഇക്കൊല്ലം സ്വീറ്റ് മഹാളിൻ്റെ സ്വീറ്റ് ബോക്സ് മേടിക്കാൻ പറ്റിയില്ല. ശ്രീകൃഷ്ണ സ്വീറ്റ്സ് കഴിച്ചവർക്ക് നന്നായിട്ട് അറിയാം, നല്ലതാണ് അവരുടെ ഒരു ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളും. ഞാൻ ഇന്ന്, അതായത് ദീപാവലിക്ക് തലേദിവസം, നാളെ ഇത് വ്ളോഗ് വരൂ, ഞാൻ പോയി നോക്കി നമ്മുടെ വെള്ളയമ്പലത്തുള്ള. പക്ഷെ എനിക്കിവിടെ കിട്ടിയില്ല, ആകെ മൈസൂർ പാവ് മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മേടിച്ചില്ല, കാരണം എൻ്റെ സങ്കല്പത്തിൽ ദീപാവലി എന്ന് പറയുമ്പോൾ കളർഫുള്ളായിട്ടൊരു സ്വീറ്റ് ബോക്സ് ആണ്. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മേടിച്ചില്ല. പിന്നെ ഗിഫ്റ്റ് ബോക്സ്, സ്വീറ്റ് ബോക്സ് വേറെ ഇടത്തു നിന്ന് മേടിച്ചു, ലോക്കലായിട്ടുള്ളൊരു കടയിൽ. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ഈ ബ്രാൻഡഡ് സ്വീറ്റ്സിൻ്റെ ആളാണ്. പക്ഷെ ഇനി ഉള്ളത് കൊണ്ട് ദീപാവലി പോലെ. പിന്നെ ഗിഫ്റ്റ് ബോക്സ് മേടിച്ചിട്ടുണ്ട്, അതായത് ക്രാക്കേഴ്സിൻ്റെ. അത് ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ദീപാവലി ഡ്രസ്സിലൊരു കളക്ഷനാണ്. എൻ്റെ ഇൻസ്റ്റാ റീൽസ് വാച്ച് ചെയ്യുക, അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുള്ള്. ഇത് കഴിഞ്ഞ് വരുന്ന 2 ദിവസത്തെയും റീൽസ് ഒന്ന് നോക്കുക. അതിൽ ഈ ഡ്രസ്സ് കൊണ്ടൊരു കുർത്തി ഫ്രോക്ക് ടൈപ്പ് കുർത്തി. അപ്പം ഞാൻ കാണിച്ചു തരാം, ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കുന്നുള്ള കാണിച്ചു തരാൻ വേണ്ടി. ഇതാണ് ഞാൻ മേടിച്ച അസോർട്ടഡ് സ്വീറ്റിൻ്റെ ഗിഫ്റ്റ് ബോക്സ്. ഇത് എന്നെ സ്നേഹിക്കുന്ന ഇതിപ്പോൾ യൂട്യൂബ് വ്ളോഗിലാണെങ്കിൽ പോലും യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ്, സ്നാപ്ചാറ്റിലെ സബ്സ്ക്രൈബേഴ്സ്, പിന്നെ മോജ്, എക്സ്പ്ലോജ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, എല്ലാവർക്കും ഞാൻ എൻ്റെ ദീപാവലി ആശംസകളും സ്വീറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത്. എല്ലാം നിങ്ങൾക്കും കൂടെ പങ്കുള്ള സംഭവം. അത് എന്തോ ഉള്ളതെന്നുള്ള ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. അറ്റ്ലീസ്റ്റ് ഇത് രണ്ടെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റിയാൽ നമ്മൾ ദീപാവലി ചെറിയ തോതിൽ ആഘോഷിച്ചു എന്ന് വേണം പറയാൻ. നാളെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ വീട്ടിൽ മേടിച്ചങ്ങ് തിന്നിട്ട് സാധനങ്ങൾ. ഞാൻ ആക്ച്വലി ഡയറ്റിലാണ്, പക്ഷെ ദീപാവലി ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ ഡയറ്റ് എന്ന് പറഞ്ഞിരുന്നാൽ നഷ്ടം എനിക്കാണ്, ബേക്കറി കടക്കാർക്കല്ല. എനിക്കൊന്നും തിന്നാൻ പറ്റില്ല. സോ കാണിച്ചു തരാം. ഇപ്പോഴേ വായിൽ കപ്പൽ വെള്ളം ഓറുന്നു. 4 സൈഡ് ഒരു ഉറുമ്പുകളെ പേടിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. നല്ല ക്ഷമ വേണം കേട്ടോ ഒരു പൊട്ടിക്ക്. $16 ഐറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി എന്ത് വേണം ദീപാവലി ഘോഷിക്കാൻ? എല്ലാ മധുരങ്ങളും കളർഫുൾ ആയിട്ടുള്ള, എത്ര കളറാ. പിസ്ത കളറ് 16 ഐറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് കേട്ടോ ഐറ്റംസ്. ജിലേബിയുടെ ഇടയിൽ ബാദ്ഷയുണ്ട്, അലുവയുണ്ട്, പിന്നെ പിസ്ത കളർ കുറേ മൈസൂർ പാവുകൾ, ലഡ്ഡു, തേങ്ങാ ലഡ്ഡു, പേട, ചക്രപ്പേട, പിന്നെ മാലഡ്ഡു, കേസരി, അങ്ങനെ കുറേ സാധനങ്ങൾ. 16 ഐറ്റം ഉണ്ട്. ഓക്കെ, അതിൻ്റെ അടിയിലും ഏതാണ്ട് ഉണ്ട്. ഞാനത് എടുക്കുന്നില്ല, കാരണം എനിക്കിനി പടക്കത്തിൻ്റെ സംഭവത്തിലേക്ക് പോകണം. തലേദിവസം ഞാൻ എടുക്കുന്നുണ്ട്. ദീപാവലിയുടെ അന്ന് നമ്മളിത് വീതിച്ച് തിന്നത്തുള്ളൂ. ഇപ്പം പടക്കത്തിൻ്റെ കാണിക്കുക എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം ഇതാണ് ഇക്കൊല്ലത്തെ എൻ്റെ ഗിഫ്റ്റ് ബോക്സ്. മീൻസ് പടക്കത്തിൻ്റെ. കഴിഞ്ഞ തവണത്തെക്കാട്ടി വലുതാണ് ഇത്തവണ. ഞാൻ ഓരോ വർഷവും നമ്മൾ വലിയതല്ലേ ആസ്പെയർ ചെയ്യുക. ക്ലാസിക് പാക്ക് ഫെസ്റ്റിവൽ ക്രാക്കേഴ്സ്. ഇത്രയും പട. ഇതാണ് നമ്മുടെ ക്രാക്കേഴ്സ്. അകത്തെന്താന്ന് നോക്കാം. അപ്പോൾ ഇക്കൊല്ലത്തെ ഗോഡസിൻ്റെ ക്രാക്കേഴ്സ് ഇത്രയും വലുതാണ് കണ്ടോ. ഇതിനകത്തുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ വായിക്കാം. അതായത് ഫ്ലവർ പോട്ട് ബിഗ്. ഫ്ലവർ പോട്ട് മീൻസ് നമ്മുടെ പൂക്കുറ്റി 10 എണ്ണം. ചക്ര ബിഗ് ഒരു ബോക്സ് 10 എണ്ണം. പിന്നെ ഇലക്ട്രിക് സ്പാർക്ലേഴ്സ് കമ്പിത്തിരി 10 എണ്ണം.
റെഡ് സ്പാർക്കേഴ്സ് 10 എണ്ണം, റെഡ് കമ്പിത്തിരി, ഗ്രീൻ കമ്പിത്തിരി 10 എണ്ണം, പിന്നെ ചിറ്റ്പുട്ട് ക്രാക്കിംഗ് 10, ഒരു ബോക്സിൽ 10 പീസ്, മാജിക് പെൻസിൽ മറ്റേ നമ്മളിങ്ങനെ കാണിക്കുന്ന അത് ഒരു ബോക്സിൽ 10 പീസ്, 100 ഒരു മാലപ്പടക്കം, 100 പീസിൻ്റെ ഒരു മാലപ്പടക്കം, പിന്നെ ട്വിങ്ക്ലിംഗ് സ്റ്റാർ ഒരു ബോക്സ് 10 പീസ്, റെഡ് ബിജ്ലി ക്രാക്കേഴ്സ് ഒരു പാക്കറ്റ് 50 എണ്ണം. ഇത് 900-ൻ്റെ ആണ്, പക്ഷെ നമുക്ക് ഗിഫ്റ്റ് ബോക്സിൽ 600 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്തവണത്തെ ദീപാവലി പൊളിക്കാനുള്ള സാധനമാണ്. ഇതെൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് വരട്ടെ. മറ്റേ റീലിലൊക്കെ നിങ്ങൾ കാണുക, ഇൻസ്റ്റ ID ഫോളോ ചെയ്യുക, ഇൻസ്റ്റാ കൂടെ അതിനകത്ത് കാണാൻ പറ്റും. റീൽസിൽ ഫുള്ളായിട്ടുള്ള വ്യൂ വരും. അതവിടെ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഇനി ഞാൻ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊന്ന് അൺബോക്സ് ചെയ്യട്ടെ. അപ്പം പടക്കം വിടാറാകുമ്പോൾ നമുക്ക് എളുപ്പമായി ബോക്സിനകത്ത് ഇരുന്ന് അഴിച്ച് പറക്കൽ പണിയാം. വെയിറ്റ്. ഇനി ഗോഡസിൻ്റെ മോന്തായ്ക്ക് പ്രസക്തി ഇല്ലാതെ ഞാൻ ആ ബോക്സ് പൊട്ടിച്ചു, മറ്റേ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് പൊട്ടിച്ചു. ആ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ, കമ്പിത്തിരി, പിന്നെ എന്തോന്നു വേറൊരു കളർ കമ്പിത്തിരി, കമ്പിത്തിരി തന്നെ 3 പാക്കറ്റ് ഉണ്ട്, പിന്നെ മറ്റേ മാജിക് പെൻസില്, പിന്നെ മാലപ്പടക്കം, പിന്നെ മറ്റേ ബിജ്ലി ക്രാക്കേഴ്സ്, പിന്നെ മറ്റേ പൂക്കുറ്റി, ട്വിങ്ക്ലിംഗ് സ്റ്റാർ, തറച്ചക്രം, പിന്നെയും പൂക്കുറ്റി. ഇത്രയും സാധനങ്ങൾ തന്നെ. ഞാൻ പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുന്നത്, മെഴുകുതിരിയും തീപ്പെട്ടിയും കൂടെ മേടിച്ചു. ഇടയ്ക്ക് സ്റ്റോറേജ് കുറഞ്ഞ് കട്ടായി. ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഞാൻ തിരിച്ചു വെച്ചു, എത്രയും ഉണ്ടായിരുന്നുള്ളതിനകത്ത്. പിന്നെ മെഴുകുതിരിയും ഒരു മാച്ച് ബോക്സും ഞാൻ മേടിച്ചു, ഇതൊക്കെ വിടാൻ വേണ്ടി, ക്രാക്കേഴ്സ്. ഓക്കെ, ബാക്കി വിടുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ മേടിച്ചത് ഈ മെഴുകുതിരി, ഈ കുഞ്ഞി മെഴുകുതിരി എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ തീപ്പെട്ടി, ഇത്രയല്ലേ ആവശ്യമുള്ളൂ. ഈ മെഴുകുതിരി കുഞ്ഞിയാണ് എനിക്ക് കിട്ടിയത്. ഡാൻസ് ക്ലാസ്സൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയി. ഇവിടുത്തെ ആനിവേഴ്സറി നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞി മെഴുകുതിരിയും തീപ്പെട്ടിയും മതി. ഇനി ഞാൻ 10-ന് ശേഷം ഇന്ന് വിടത്തുള്ളൂ. പടക്കം വിടട്ടെ, ഞാൻ കിടക്കും. ഇന്ന് മൊത്തം വെളുക്ക വിടാമല്ലോ, ദീപാവലിയുടെ തലേദിവസമല്ലേ. വെയിറ്റ് ചെയ്യും, അതൊക്കെ ഞാൻ കവർ ചെയ്യാം. ബൈ. ഹാപ്പി ദീപാവലി ഡിയർ. എല്ലാവരും സേഫായിട്ട് ഹാപ്പി സെലിബ്രേറ്റ് ചെയ്യുക. ഗോഡസ് ഒരു കമ്പിത്തിരിയിൽ സ്റ്റാർട്ട് ചെയ്തു. തണുത്തിരിക്കുന്നു ചിലത്, അതാണ് വിടാൻ പറ്റാത്ത. നടുവൊടിഞ്ഞത്. തറച്ചക്രം ഉണ്ടോ നോക്കട്ടെ. പോട്ട് വിട, തറച്ചക്രം. Happy Deepavali dear.
ചെറിയ മെഴുകുതിരിയുടെ പ്രശ്നമായിരുന്നു. ഇനി നമുക്കൊരു ചക്രം വിടാം. എല്ലാം ഒരു പരീക്ഷണമാണ്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ പൂക്കുറ്റി കൊളുത്താൻ പോവുക. ആദ്യം ഫ്രണ്ടിലാണ് ഞാൻ കാണിച്ചത്, ബാക്ക് കാണിച്ചു തരാം. എന്താ വണ്ടികളൊക്കെ ഇവിടെ വലിയ ടാസ്ക്കാണ്, എന്നാലും സേഫായിട്ട് 2 മിഷൻ കംപ്ലീറ്റഡ്. ഇനി പെൻസിൽ ഫോയിൽസ്. കയ്യിലെങ്ങാനും കയറി കൊണ്ടാടുന്നത് താഴോട്ടങ്ങ് വെച്ചു. ഇനി നമുക്കൊരു ചിറ്റ്പുട്ട് ആശാനെ വിടാം. ഈ സാധനം ഇതറിയാത്തവരില്ലല്ലോ, ചിറ്റ്പുട്ട്. ഇത് വിടാം, അതാണ് ശോകം. ഇപ്പം നോക്കിയാൽ ഞാൻ വിടുന്നത്. എല്ലാത്തിനും ഓരോന്ന് വീതമുള്ളതേ ഞാൻ ഇന്ന് ചെയ്യുന്നുള്ളൂ. ടെസ്റ്റ് ഡോസ്. നമ്മുടെ കിറ്റ് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള ഗിഫ്റ്റ് ബോക്സ്, ദീപാവലി ക്രാക്കേഴ്സിൻ്റെ ബാക്കി ഞാൻ നാളെ ചെയ്യും, ബിഹൈൻഡ് ദ സ്ക്രീൻ. ഇനി നമുക്ക് 11 പരീക്ഷിക്കാം. ചിറ്റ്പുട്ടാശ. വെയിറ്റ്, കമോൺ. Soha. La 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 la. ഇനി നമുക്ക് റെഡ് ക്രാക്കേഴ്സ് വിട്ടാലോ?
എല്ലാം ഒരു റെഡ് മായ. ഗോഡസ് റെഡ് കളറായി. അവസാനം നമ്മൾ ഞാൻ എടുത്തങ്ങേറി, അല്ലെങ്കിൽ കൈ കൊണ്ട സ്കിന്നൊക്കെ പോകും. നിങ്ങൾ സേഫായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ ഡ്രസ്സ് ഫുള്ള് കാണിച്ചു തരില്ല എന്ന് പറഞ്ഞ് ഈ വ്ലോഗിനകത്ത് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. ഇനി ഞാൻ യെല്ലോ ക്രാക്കേഴ്സിലൊരു സൂത്രം കാണിച്ചു തരാം. Next item, swaying twinkling star. എൻ്റെ ഡ്രസ്സ് അത്യാവശ്യം നെറ്റുള്ളതാണ്, അതിലൊക്കെ തീ പിടിച്ച കാര്യമായ പണി കിട്ടും. ട്വിങ്ക്ലിംഗ് സ്റ്റാർ ദേ പോകുന്നു ആകാശത്തോട്ട്. അങ്ങനെ നമ്മുടെ ദീപാവലി സെലിബ്രേഷൻ ചോട്ട മിനി വ്ളോഗ് ഇവിടെ കഴിയുന്നു. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്ലാം ഗോഡസ് സിന്ധുജ, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഒപ്പം ട്രെൻഡിങ് കണ്ടൻസും റീൽസും ഡാൻസും ആക്ടിങ് റീൽസിനും എല്ലാം വേണ്ടി എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഇൻസ്റ്റാ ഗോഡസ് സിന്ധുജ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. പിന്നെ മോജിലെ ഡാൻസർ ഇൻ സിന്ധുജ ഐ ഡി, പിന്നെ എക്സ്പ്ലോജർ അതിൽ മോഡൽ സിന്ധുജ, പിന്നെ മോജില് സിന്ധുജ അമ്മൂസ്, ഫേസ്ബുക്കിൽ സിന്ധുജ അമ്മൂസ്, യൂട്യൂബ്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വെച്ചേക്കുക. എൻ്റെ ആയിട്ട് സ്റ്റേ കണക്റ്റഡ്. ഓക്കെ, അപ്പം മുട്ടായി തിന്നുന്നതൊക്കെ ഇതിനകത്ത് വരും. ദീപാവലി സ്വീറ്റ്സൊക്കെ എല്ലാവരും കൊതിപ്പിച്ചുകൊണ്ട് ഫുഡ് അടിക്കുന്ന കണ്ടന്റും കാര്യങ്ങളും. അപ്പം നമ്മുടെ വ്ളോഗ് ഇതോടുകൂടെ നിൽക്കുന്നു. അടുത്ത വ്ളോഗിൽ പാർக்கலாம். ദിസ് ഇസ് യുവർ ഗ്ലാം ഗോഡസ് സിന്ധുജ. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ. ഹാപ്പി ദിവാലി ടു ഓൾ. ഹലോ ഡിയേഴ്സ്. അപ്പം ഞാൻ തിന്നുന്ന തീറ്റ, അതായത് ദീപാവലി സ്വീറ്റ്സ് തീറ്റ വീഡിയോ കണ്ടന്റ് വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ നമ്മുടെ ബാദ്ഷാ തന്നെ എടുക്കാം. നമ്മുടെ ബാദ്ഷാ തന്നെ എടുത്തു ഞാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ദീപാവലി. എല്ലാവരും ദീപാവലി സ്വീറ്റ്സൊക്കെ കഴിച്ചോ? ഇത് മൊത്തം നിങ്ങൾക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി. അങ്ങനെ അടുത്ത ദിവസമായി രാവിലെ കുളിച്ച് എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ദേവീ ക്ഷേത്രത്തിൽ പോയി. ക്ഷേത്രം അറിയാമെന്നുള്ളൊരു പേര് കമൻറ്റ് ചെയ്യുക. തൊഴുതിട്ട് വന്ന് കാണാം. രാവിലെ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ ദേവിയെ തൊഴുതിട്ട് വന്നു. ഇതെന്ത് ദീപാവലി കളക്ഷൻ്റെ രണ്ടാമത്തെ ഫ്രോക്ക് കുർത്തിയാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.